പ്രിയമുള്ളവരെ, വളരെ വലിയൊരു കണ്ടുപിടുത്തവുമായിട്ട് കൊല്ലത്ത് മലനടയിലെ കുറച്ച് സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ഇന്ന് ഉച്ചയോടുകൂടി ഞാൻ ചോറ് കഴിക്കാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ന്യൂസാണ്, റിപ്പോർട്ടർ ചാനൽ വന്ന ന്യൂസാണ്. പക്ഷേ ആ ഒരു കണ്ടുപിടുത്തം അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇത്രയും കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അതൊരു വളരെ വലിയ കണ്ടുപിടുത്തമായിരുന്നു. ആ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മളുടെ ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ തലയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും, അതായത് അതിറക്കിയിരിക്കുന്ന കമ്പനി പോലും അതിനെ ഈ ഒരു ഉപയോഗം മാത്രമാണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൊല്ലത്ത് മലനടയിലെ സ്ത്രീകൾ അത് ഹെൽമെറ്റ് തലയ്ക്ക് സംരക്ഷണം മാത്രമല്ല, തല അടിച്ച് പൊളിക്കാനും പറ്റിയ സാധനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു കൃത്യമായൊരു വീഡിയോ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലൂടെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. സത്യമല്ലേ? അതായത് മലനട എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് റോഡിൽ കിടന്ന് ആടിയെന്ന് പറഞ്ഞാൽ നല്ല സിനിമ സ്റ്റൈല്. എന്നിട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് അങ്ങ് അടിച്ചേക്കണ്, ഡൂപ്പ് പോലും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പം നമ്മൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്ന, ഹെൽമെറ്റ് തലയ്ക്ക് സംരക്ഷണം മാത്രമല്ല, തല അടിച്ച് പൊട്ടിക്കാനും പറ്റും ഹെൽമെറ്റ് വെച്ചിട്ട്. എന്നിട്ട് പിടിച്ചിട്ട് പോലെ നിൽക്കുന്നുണ്ടോ? ഇത് അടിച്ചിട്ട് സിനിമ സ്റ്റൈലിൽ രജനാന്തിൻ്റെ ഒക്കെ പടത്തിലൊക്കെ നടന്നു പോകണ പോലെ ഹെൽമെറ്റൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് സിനിമ സ്റ്റൈലിലേക്ക് പോകണം. പിന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്, പാവങ്ങൾ ചേട്ടാ, അതുങ്ങൾ ഇവരെ പിടിച്ച് അനുനയിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് എവിടെ നീ പോയി പണി നോക്കാനാണ് പറയുന്നത്. അല്ല, അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് VIP ഷട്ടിയുടെ ഒരു പരസ്യമുണ്ടല്ലോ, അറിയാമോ ആ പരസ്യം? പണ്ട് VIP ഷട്ടിയുടെ ഒരു പരസ്യമുണ്ട്. അതായത് ഒരുത്തൻ ഇങ്ങനെ ഈ വഴക്കം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ ഉടുപ്പ് മാത്രമേ ഉള്ളൂ, ഷർട്ട് ഇങ്ങനെ തുറന്നു കിടക്കുന്നത്, അവനൊരു ബനിയൻ ഇട്ടിട്ടുണ്ട്, ഒരു ഷഡ്ഡി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവനിങ്ങനെ കട്ടക്കലിപ്പി നിൽക്കുമ്പോൾ ഒരു പെണ്ണ് പുറകിൽ നിന്ന് ഇങ്ങനെ മാറി പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പരസ്യം. ഇതൊക്കെ പണ്ടെങ്ങാണ്ട് നമ്മൾ കണ്ടാണ്, ഓർമ്മയൊന്നും അത്ര വലിയ ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഇന്ന് ഓർക്കേണ്ടതായിട്ട് വന്ന്, എന്തായാലും ഓർമ്മ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് അറിയോ, അന്നത്തെ കാലഘട്ടം അതായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ രണ്ടെണ്ണം അടിച്ചിട്ട് റോഡിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കിയാൽ ഇടിയുണ്ടാക്കുകയൊക്കെ ചെയ്യും. അന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളെ പിടിച്ചിട്ട് പോകാൻ ശ്രമിക്കും. ഈ കൂട്ടത്തിൽ ആണുങ്ങൾ ഇടിയുണ്ടാക്കുമ്പോൾ മുണ്ടുമൊക്കെ ഉരിഞ്ഞു പോകും. അത് ഷഡ്ഡിക്കാർ പരസ്യമാക്കി വെച്ചായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല കളി, എൻ്റെ മോനെ. റോഡേ കിടന്ന് എന്തും മാത്രം പ്രശ്നം. ആ ന്യൂസ് നിങ്ങൾ വേണമെങ്കിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടു നോക്ക്. കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. തലക്കെട്ടൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, ഹെൽമെറ്റൊക്കെ തെറിച്ച് പോവാണ്. എന്തായാലും കൊള്ളാം. പക്ഷെ എന്ത് പറയാനാണ്, നമ്മുടെ നാടിൻ്റെ ഒരു പോക്കേ. ഇനിയും സംവരണം വാരി കോരി കൊടുക്കൂ. അല്ല എന്ത് പറയാൻ.